അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പുതിയൊരു വൈബിലേക്ക് എത്തിക്കുകയാണ്. പുതിയല്ല, പഴയ ഒരുപാട് കാലത്തെ യാത്രാ ജീവിതത്തിലല്ലേ നമ്മൾ പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കേജുകൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങൾ, അതായത് ഇപ്പോൾ കാശ്മീരും ഡൽഹി, ആഗ്ര, പഞ്ചാബ് എല്ലാം. അപ്പോൾ നമ്മൾ പോവാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നേരെ പോവാണ്, ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടിട്ടുണ്ടാവും, ആസാമിലേക്കാണ് പോകുന്നത്. ഇപ്പം ഉണ്ടായ പ്ലാനാണ്. ഇപ്പോൾ ഈ ഇതിൽ ആകെ ഒരു 2 ടീഷർട്ടും സാധനമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട് ഹരിയാനയിൽ പഠിക്കണം, അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോഴാണ് ജസ്റ്റ് ആസാമിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ വന്നത്. ആസാമിൽ ചൂടായിരുന്നു, അപ്പോൾ ഇന്നലെ മുതൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആസാമിലേക്ക് പോവാണ്. അപ്പോൾ ഇനി പോണ വഴിയിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ ഡൽഹിയിലാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള മൈക്ക് ബാഗിലാണ്. അപ്പോൾ ഉഷാറായിട്ടുള്ള വിശദ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നമുക്ക് പല രീതിയിൽ സെറ്റാക്കണം. വരുമാനത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം ആൾക്കാരനെ കണ്ടിട്ടില്ല. അപ്പോൾ രാവിലെ വേണം, ചൂടുണ്ടോ? അപ്പോൾ ഫുഡ് കഴിച്ച് വരികയാണ്, നല്ല ഓടിക്കിടച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോകണ്ടോ. കളറൊക്കെ മാറിയിരിക്കണേ, പക്ഷെ കളറിലൊരു കാര്യമല്ല. ഓക്കെ, നമ്മൾ മെട്രോ വന്നു. നമ്മൾ നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് സമയം 3:05. 4:20 വണ്ടി എടുക്കും. വണ്ടിയൊക്കെ ബുക്ക് ചെയ്തൊരു കഥയാണ്. ശരിക്കും 2000 രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അതിൽ ഇന്ന് അവൈലബിൾ അല്ല. രാജധാനി എടുത്തിട്ടുള്ളത് 4600 രൂപ ടിക്കറ്റ്. ആസാം പോകണ്ട നമുക്ക്, വൈദ്യുതി ആസാം കൊണ്ട് കിട്ടും നമ്മളെ സ്റ്റാറായിട്ട്. മെട്രോയിൽ വന്ന് നമ്മൾ നേരെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവർക്കും അറിയുന്ന പോലെ ഭയങ്കര തിരക്കാണ് ഇവിടെ വരുന്ന സമയത്ത്. ഓക്കെ, അതൊക്കെ ഉണ്ട്. ഇതേപോലത്തെ കുറേ വണ്ടിക്കാരുണ്ടാവും കേട്ടോ. പരിചയമില്ലെങ്കിൽ ഊബർ എടുക്കാം, അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽസ്, നമുക്ക് പോകാനുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ആകെ പെടും. ഓക്കെ, അപ്പോൾ ഒന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. നമ്മൾ നേരെ ഇവിടുന്ന് ട്രെയിനിൽ കയറാൻ വേണ്ടി പോകെ. ആസാം 7 സിസ്റ്റേഴ്സിൽ പെട്ടതാണ് ആസാം. അതുപോലെ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ വെറുതെ ഇരുന്ന സമയത്ത് ഹരിയാനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴാണ് വെറുതെ ടിക്കറ്റ് നോക്കിയപ്പോൾ ഇങ്ങോട്ട് ടിക്കറ്റ് ഉണ്ട് ആസാമിലേക്ക്. അങ്ങനെ ആസാമിലേക്ക് പോവാണ്. ഒന്നുമില്ല, എൻ്റെ കയ്യിൽ 2 കൂട്ടം ഡ്രസ്സും പിന്നെ ഞാനും ഈ മൊബൈൽ ഫോണും ചാർജറും പവർ ബാങ്കുമാണ് ഉള്ളത്. ഓക്കെ, പോവാണ്. രാജധാനിയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടിക്കറ്റ് നോർമൽ കേസിൽ 2000 സംതിങ് ആണ്. ഇപ്പോൾ റേറ്റ് 4800 രാജധാനിയിൽ. അപ്പോൾ നമ്മൾ കുറേ ഓടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇപ്പോൾ 4:20 ട്രെയിൻ ഇവിടുന്ന് പോകാൻ കേട്ടോ. നമ്മളെപ്പോലെ വന്ന വേറെയും പാസഞ്ചേഴ്സ് ഇവിടെ ഉണ്ട്, പല കാറ്റഗറി ആളുകൾ. കുറേ ആൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളിവിടെ ഉണ്ട്. അതിനിടയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും അതേപോലെ ഹാൻഡിക്യാപ്ഡായ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നമ്മൾ ഇങ്ങനത്തെ 2-3 ഹൽദിറാമിൻ്റെ 2-3 ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. പിന്നെ രാജധാനി ആയതുകൊണ്ട് ഇത്ര പൈസ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ ഇതായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത് 16ാമത്തെ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ റെഡി ആയിരുന്നോളി, നമ്മളെ പാക്കേജ് ഉടനെ വരും ഇൻഷാ അല്ലാ. അവിടെ നമ്മൾ പോയിട്ട് കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ പാക്കേജ് ആയിട്ട് തന്നെ പോവാം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫേസിൽ ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ പല നാടുകളിൽ നിന്ന് ആളുകളാണ്, ആസ് യു നോ. ആൻഡ് നമ്മൾ പോകുന്ന വണ്ടിയാണ് കേട്ടോ, രാജധാനി B5 ആണ് നമ്മളെ ബോഗി. ഓക്കെ, അതായത് കുറേ കാലത്തിന് ശേഷം ഉണ്ടല്ലോ, അതായത് അത്യാവശ്യം നല്ലോണം വേർക്കുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും സോളോ വൈബിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ അടുത്ത് സോളോ പോയത് കുറേ കാലത്തിന് ശേഷം രാജസ്ഥാനിലേക്കാണ്. അതായത് കിഷൻഗഡ് ഡംപിങ് യാർഡിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടേക്ക് നമ്മൾ പോയത്. പിന്നെ ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ ഇനി പോവാണ്. ശരിക്കും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യല്ലേ 1-2 ദിവസം പോവും. പിന്നെ ഇങ്ങനെ പോയി 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 പോയി
കയ്യിൽ പൈസ കഴിയുമ്പോൾ പോരും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. എന്നിട്ട് അധ്യാപകർക്കൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരല്ല അധ്യാപകർക്ക് തന്നെ മെയിനായിട്ട് 1-2 അധ്യാപകർക്ക് വിളിച്ചു ഒരു 500 റുപ്യ 200 റുപ്യ കടം ചോദിച്ചാണ്ട് അവിടുന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് പോരും. അതൊക്കെ ഒരു ഓർമ്മ, അതൊക്കെ രസമാണ്. ഇപ്പം അങ്ങോട്ട് പോകുന്ന രാജധാനിയാണ്, ഇങ്ങോട്ട് പോകുന്നതിന് ഏതറിയാം. അപ്പോൾ TTRമാരും അതൊക്കെ ഉണ്ട്. TTമാരിനോടൊക്കെ പൈസ ചോദിച്ചു. ഇപ്പം നമുക്ക് ഇപ്പം ഒരു കാര്യം പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലാന്ന് കൂട്ടുക. ഇപ്പം എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഞാൻ TTനോട് പോയിട്ട് എന്ത് ചെയ്യണം, ടിക്കറ്റ് കിട്ടുമോ കാലുപിടിക്കണം. ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് തരുമോ, നമ്മൾ ഏത് വണ്ടിയാണോ പോകുന്നത്, രാജധാനി എന്നല്ല അല്ലാത്ത ഏത് വണ്ടിയാണോ ആ വണ്ടിക്ക് എന്ത് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക, ജനറൽ ടിക്കറ്റ് എടുക്കുക. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് അതിന് പൈസ എന്ത് ചെയ്യുക, അത് ജനറൽ ടിക്കറ്റിൻ്റെ പൈസ കൂട്ടിയിട്ട്, അതല്ല ശ്രദ്ധ മാറി, അത് ജനറൽ ടിക്കറ്റിന് നമ്മളിപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരളം പോവാണ്, ജനറൽ ടിക്കറ്റിൻ്റെ പൈസ 600 രൂപ. ആ ജനറൽ ടിക്കറ്റ് നമ്മൾ കയ്യിലെടുക്കുക, എന്നിട്ട് TTനോട് പോയി പറയാം. അപ്പോൾ TTക്ക് അതായത് നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. TT എന്ത് ചെയ്യും, അതിന് നമുക്ക് ടോട്ടൽ ഒരു 3000 രൂപ ഫൈനോട് കൂടിയുള്ള എമൗണ്ട് ആണെങ്കിൽ ആ 3000 അടക്കണ്ട, ഈ 600 രൂപ കുറച്ചിട്ട് ബാക്കി 2400 അടച്ചാൽ മതി. എങ്ങനെ TTRമാർക്ക് കൈമടക്ക് കൊടുക്കരുത്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസീപ്റ്റ് എഴുതി വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നല്ല, നമ്മൾ കറണ്ട് അവൈലബിലിറ്റി ടിക്കറ്റ് എടുത്തത്. ഇപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നോർമലി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ കറണ്ട് അവൈലബിലിറ്റി, അതായത് തത്കാലം എടുക്കാം. തത്കാലം എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബാലൻസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കറണ്ട് അവൈലബിലിറ്റി പറഞ്ഞ സാധനം ഉണ്ടാവും. ട്രെയിൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ, ട്രെയിൻ എടുക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ നമുക്ക് കറണ്ട് അവൈലബിലിറ്റി കാണാം, അതിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അങ്ങനെ ബുക്ക് ചെയ്താണ്. ഇപ്പോൾ 4400 ഇതിൻ്റെ റേറ്റ് കേട്ടോ. നോർമൽ കേസിൽ ഫ്ലൈറ്റിന് പോകേണ്ട റേറ്റായി. അത്യാവശ്യം നല്ലോണം വിയർക്കുന്നുണ്ട്, നല്ലോണം കതച്ച് ഓടിയതുകൊണ്ട്. ഓക്കെ, നമ്മൾ ട്രെയിനിൽ കയറി. ഓ തണുപ്പ് വരുന്നുണ്ട്, സോറി, ഇവിടെ ആരോ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളിങ്ങനെ സമാധാനം, ആകെ വിയർത്ത് വരുന്നുണ്ട്. ഉള്ളിൽ കയറുമ്പോൾ ഇപ്പോൾ ചെറിയൊരു സമാധാനം. അപ്പോൾ നമ്മൾ ബോഗിയുള്ളത് 30 ഇതിൽ. ഓക്കെ, ഇതിൽ മുകളത്തതാണ് കേട്ടോ. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോകും. 2 ദിവസം നമ്മൾ ഇതിലാണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെ പഞ്ചാബികളുണ്ട്. ഓക്കെ, ഇതാണ് രാജധാനിയിലെ കോച്ച്. ഓക്കെ, ഇത് 3rd AC ആണ്. കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും രാജധാനി ഭയങ്കര പ്രീമിയം ട്രെയിനാണ് എന്നുള്ളത്. ഇതുണ്ടോ, രാജധാനി നമ്മളെ ബാക്കിയുള്ള മംഗളുടെ ഒക്കെ പോലെ തന്നെ എഴുതിയ കോച്ചും വൃത്തിയും ചില സമയത്ത് ഭയങ്കര ഇതുണ്ടാവുന്നുണ്ട്. ഇതുണ്ടോ, മംഗളി പോകുന്ന ആൾക്കാർ വരാം. അപ്പോൾ ഇതുതന്നെയാണ് നമ്മളെ മംഗള ലക്ഷദ്വീപിലും. ഓക്കെ, പോകുന്ന വണ്ടിക്ക് കുറച്ച് സ്പീഡിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിൽ കയറി, നമ്മൾ ലഗേജ് അവിടെ വെച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തത്, അതായത് ഇപ്പോൾ നമ്മൾ ലഗേജ് അവിടെ വെച്ചില്ലേ, അങ്ങനെ വെച്ച് പോരാൻ പാടില്ല. ഞാൻ എന്തോ ഒരു കവായത്തില്ലായ്മ വെച്ച് പോകുന്നതാണ്. അങ്ങനെ വെച്ച് പോകുന്ന കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആ സീറ്റിൽ ഇരിക്കുന്ന ആ സീറ്റിലുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ കൺഫേം ആയിക്കോളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് പോകാൻ നേരത്തെ വരണ്ട് ഇറങ്ങി പോകും, ആ സാധനം അവിടെ കാണൂല. അപ്പോൾ അങ്ങനെ ഇതാവരുത്. ഇതൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ട്. വീഡിയോ കോളിലാണ്. അപ്പോൾ ഇനി തൽക്കാലം നമ്മൾ നമ്മളെ സീറ്റിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സമയം 4:24, കറക്റ്റ് 4:20 വണ്ടി എടുത്തു. നമ്മളെ കൂടെ ഉള്ളത് ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്, പഞ്ചാബികളാണ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ നേരെ പോയി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെ കണ്ടോളൂ. നമ്മളെ മൈക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ റബഡി നമ്മൾ വാങ്ങിക്കണ്ടോ. റബഡി തണുപ്പില്ല, ദഹി റബഡി ആണ് കേട്ടില്ല നിങ്ങൾ. ഇത് റബഡിയാണിത്. റബഡി മധുരമാണ്,
ദഹി മധുരമില്ലാത്തതാണ്. ഇപ്പം നമ്മൾ ഡൽഹിയുടെ വിദൂര ഗ്രാമങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വിദൂര ഗ്രാമമല്ല നമ്മളുള്ളത്, ന്യൂഡൽഹിയിലാണ്. നമ്മളിങ്ങനെ ആനന്ദ് വിഹാർ ടച്ച് ചെയ്ത് അങ്ങനെ പോകും. UP ടച്ച് ചെയ്ത് വെസ്റ്റ് ബംഗാൾ, അതായത് കൊൽക്കത്തൻ്റെ കുറച്ച് ഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ട് ആസാമിലേക്ക് ഇങ്ങനെ കണ്ടോളൂ കേട്ടോ. ഈ റബഡിക്ക് 35 രൂപയാണ്. വൃത്തിയുള്ള ആളുകളിൽ നിന്ന് വൃത്തിയുള്ള സാധനം വാങ്ങാം. പിന്നെ ഇതിന് എവിടെ നിന്ന് വാങ്ങിയാലും ഉണ്ടോ, ഇപ്പോൾ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് 15 രൂപയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ 25-35 വാങ്ങും ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ വില നോക്കുക, 15 രൂപ ഉള്ളൂ. പിന്നെ ഡേറ്റൊക്കെ നോക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുമ്പോൾ. ഓക്കെ, ഇവർ പട്ടാളക്കാരാണ്, പഞ്ചാബികളാണ്, ഒരു ആർമിക്കാരാണ്. ഇങ്ങനെ പോകണം. സർജി ഹായ് ബോലോ. ഒരു ഗുർദാസ്പൂർകാരാണ്. ഞാനും പഞ്ചാബിലാണ് പഠിച്ചതൊക്കെ അവരോട് പറഞ്ഞു. പഞ്ചാബിൽ 2018-20 ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ റബഡി കഴിക്കണം. ഓക്കെ, റബഡി എന്നെന്താ അറിയുമോ, നമ്മൾ കുൽഫി ആകൂലേ, കുൽഫിൻ്റെ അത് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ രാജധാനി ആയതുകൊണ്ട് ഫുഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൽ കോംപ്ലിമെൻ്റ് അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ്. അത് നോൺ വെജും വെജും നമുക്ക് ഇതാക്കാം. 30 നമ്പർ ഓ ദിബ്രുഗഡ് തട്ടാണ്. ഇതാണ് റബഡി ഉണ്ടോ. ഇതേപോലെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നരും. ഓക്കെ, മംഗളിലാകുമ്പോൾ ചിലപ്പോൾ അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു വെള്ളക്കുപ്പി പോലും തന്നാണ്. പിന്നെ ഫുഡ് പറയണം. ഫുഡ് നമ്മൾ പറഞ്ഞത് വെജിറ്റേറിയൻ ഫുഡുണ്ടോ, കാരണം വെജാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഇതിപ്പോൾ നമ്മൾ മംഗളിയിൽ പോകുമ്പോഴും നമുക്കിത് കിട്ടും കേട്ടോ. ഇതിൽ മംഗളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ബാക്കി ഏത് ട്രെയിനിന് പോകുമ്പോഴും ഇതേപോലെ ഉണ്ടാവും. ഇതെന്ത് ചെയ്യുക, ഈ സാധനം ഉണ്ടല്ലോ, ഇത് എല്ലാവരും എടുത്ത് വലിച്ചെറിയും. ഇത് കളയരുത്. ഇതെന്താ അറിയോ, ബാത്റൂമൊക്കെ പോകുമ്പോൾ അതിന് മുകളിൽ വെച്ചിരിക്കാൻ പറ്റും ടോയ്ലറ്റ് പേപ്പർ. മറ്റേ ആ വൃത്തി ഉണ്ടാവും, ഓരോരുത്തരും മൂത്രച്ചൊക്കെ പോയിട്ട് കണ്ടേ. ഇത് കയ്യിൽ വെക്കുക. ഓക്കെ, ഗുണപാഠമൊന്ന് ഇതൊക്കെ നമുക്ക് ഉപകരിക്കും. നിന്നോട് വെച്ചിട്ട് കാണുന്നുണ്ടോ നോക്കട്ടെ, കണ്ടോ. ഓക്കെ, നമ്മളെ ബാഗ് ഇവിടെ ഉണ്ട്. ബാഗ് ഇവിടെ അങ്ങനെ വെച്ചു. ഇതിലോ എല്ലാ തിരക്കിനും ഒന്നുമല്ല, ഒറ്റ തിരക്കിന് എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ തൽക്കാലം അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ അവിടെ വെച്ചപ്പോൾ ഒന്നും മുടുക്കും. അതിൻ്റെ മേൽക്കൂടെ ഇങ്ങനെടുത്ത് ഇതിവിടെ ഇങ്ങനെ വിരിക്കൂടോ. സംഭവം അതൊക്കെ ചെയ്തു. എപ്പോൾ ട്രെയിനിന് പോകുമ്പോഴേ നമ്മൾ മറ്റേ വാരണമായിരത്തിലല്ലേ സീന്, അതേപോലെ പ്രതീക്ഷിക്കും. പക്ഷെ എപ്പോഴും എൻ്റെ അടുത്ത് ആരെങ്കിലും വല്യന്മാരോ വല്യപ്പാരുണ്ടാവുള്ളൂ. എന്താ ചെയ്യലേ, എവിടെയാണാവോ കാത്തിരിക്കാം. ഹരി മനസ്സിലായില്ലേ. അപ്പം നമ്മൾ തൽക്കാലം ഇതിങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ അവരമ്മ ഉണ്ട്, വാരണമായിരത്തിലമ്മല്ലേ ഒരമ്മ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഓരോ നേരത്തെ ഒരു ഫുഡ് കൊണ്ടുവന്ന് തരും. ഇന്നിപ്പോൾ 4:30 തുടങ്ങിയത്, രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ സ്നാക്സ് ഉണ്ടാവും ഈവനിങ്. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 37 മണിക്കൂറാണ് ഈ വണ്ടിയിൽ. ടോട്ടൽ 54 മണിക്കൂറാണ് മറ്റേ വണ്ടികളുള്ളത്. ഒരു മണിക്കൂറും ഒരു ദിവസം 17 മണിക്കൂർ. 24 15 മണിക്കൂറിനുള്ളിലായി.
അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ. ഓക്കെ, നമ്മളെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും, നമ്മൾ എല്ലാ ടൈമിലും പറഞ്ഞു കൊടുക്കും ഫോണ്, ചാർജർ, സംഭവങ്ങളൊന്നും, അതായത് നമ്മൾ വിലപ്പെട്ട സംഭവങ്ങളൊന്നും പുറത്ത് വെച്ച് കിടന്നുറങ്ങരുത്. ഇനി പൈസ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കാണിക്കാതെ ഇടരുത്. കൂടുതൽ പൈസ കയ്യിലുണ്ടെങ്കിൽ, നമ്മളെ കയ്യിലൊന്നുമില്ല, ഫോണും നമ്മളെ ക്യാമറയും മൊബൈൽ ഫോണും നമ്മളെ ഇതുള്ളത് മറ്റേ മൈക്ക്, ഓക്കെ, പിന്നെ ഒരു ബാഗും ഫ്രീ ആയിട്ട്. ഞാൻ കുറേ കാലത്ത് നമ്മൾ ആഗ്രഹിച്ച് യാത്ര ചെയ്യാറില്ലേ, അങ്ങനത്തെ ഒരു യാത്രകളിലുണ്ട്. അപ്പോൾ അതായത് ഓരോ പിരാന്താണ് ഓരോ നേരത്ത്, നമുക്ക് ആരുമില്ല കൂടെ അല്ലാതെ നല്ല രസമായിട്ട് ഇങ്ങനെ നമ്മൾക്ക് തോന്നുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തോന്നുന്ന സ്റ്റേഷനിൽ പോകണം. അങ്ങനെ കുറേ കാലം ചെയ്തിന് നമ്മൾ. അങ്ങനെയാണ് പോയി ചെറുക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഓക്കെ, സമയം 5:35 അപ്പോഴേക്ക് നമുക്കിവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ ടിക്കറ്റിൻ്റെ കൂടെ ഉണ്ടാവുകയാണ്. ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെജും നോൺ വെജും സെലക്ട് ചെയ്യുക. വെജ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു മറ്റേ അദിൽറാമൻ ബിക്കാജിൻ്റെ സ്വീറ്റ്സ് ആദ്യത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിതിങ്ങനെ കഴിച്ചിട്ട് സാൻഡ്വിച്ചാണ്, ചെറിയ സാൻഡ്വിച്ചും പിന്നെ ഒരു സാൻഡ്വിച്ച്, അതേപോലെ എന്താ അതൊരു ബിസ്ക്കറ്റ്, ബിക്കാജിൻ്റെ ഇത്, പിന്നെ അതിനുള്ളിൽ ചായപ്പൊടി ഉണ്ട്, പിന്നെ പാൽപ്പൊടി ഉണ്ട്, ചായയിൽ കൊണ്ടുവരും. ഓക്കെ, എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കഴിഞ്ഞു, തിന്നു കഴിഞ്ഞു, പിന്നെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചായ കുടിച്ച് നമ്മൾ ഈ നട്ട്സും സ്നാക്സും അതേപോലെ ബാക്കി ഓരോ കൊണ്ടുവന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കുടിച്ച് കഴിയും. അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ 3 പാക്കറ്റ് ഉണ്ടാവും ഇത്. ഓക്കെ, ഇത് ഷുഗർ, ഇത് ചായൻ്റെ പൗഡർ, ചായപ്പൊടി, ഇത് പാൽപ്പൊടി, പിന്നെ ഇത് സ്റ്റിക്കും ഉണ്ടാവും. ചൂടുള്ള അവർ കൊണ്ടുവന്ന് തരും. ഇതെന്ത് ചെയ്യാം, അത് മിക്സ് ചെയ്യുക, കുടിക്കുക കേട്ടോ, ചായ ആക്കിയിട്ട്. കാണുന്നുണ്ടോ, ഇതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യാം. മൂടായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ മറ്റേ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളായിട്ടൊന്നും നിങ്ങൾ മുകളിൽ കയറരുത്. ഏറ്റവും താഴത്തെ സീറ്റ് എടുത്താൽ മതി. ഓരോരുത്തർക്ക് നമ്മളിങ്ങനെ ഇതിലേക്ക് മുക്കി ഇങ്ങനെ മുങ്ങിയുണ്ടാവും. അതിങ്ങനെ സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന മതി. മിളക്കും, പിന്നെ ഷുഗറുണ്ട്. ഷുഗറിന് നൈസായിട്ടുണ്ട്. ഷുഗർ വേണ്ട ആളുകൾ കിട്ടാൽ മതി. നമ്മൾ പാൽപ്പൊടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഔദാര്യമില്ല കേട്ടോ, അതൊക്കെ നമ്മൾ അവകാശമാണ്. കാരണം 4,500 രൂപ കൊടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം. ഫ്ലൈറ്റിൻ്റെ അതേ റേറ്റിലുണ്ട്. ഫ്ലൈറ്റിൽ ഇതൊന്നും കിട്ടില്ല, അത് വേറെ. ഏറ്റവും കംഫർട്ട് ചെയ്യുന്ന ട്രെയിൻ തന്നെയാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അളക്കും. വല്യമ്മ ചായ കൂടി തുടങ്ങിയേക്കണം. ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ കുടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇതാക്കി. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ബോറില്ല. ഓക്കെ, നിങ്ങൾ കുറിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങോട്ട്, പുറത്തെ കാഴ്ചകളാണ് കുറിച്ചിട്ടുണ്ടോ. അതായത് നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് TTR വന്നത്. TTR വന്നിട്ട് ID കാർഡ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ലോങ് ജേണിക്ക് ട്രെയിനിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ പ്രീമിയം കോച്ചുകളിലാണല്ലോ AC. അപ്പോൾ ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. ഷെഫീഖ് അലി എൻ്റെ ഏജ് കറക്റ്റ് എല്ലാം കറക്റ്റ്. ടിക്കറ്റ് എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, MF ഉണ്ട്, ഫീമെയിൽ മെയിൽ. കറണ്ട് അവൈലബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ ടിക്കറ്റ് നമുക്ക് അതിൽ ഓൺലൈനിൽ കാണുള്ളൂ. ടിക്കറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ
പെട്ടെന്ന് അത് കിട്ടണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തു. ജെൻസ് മെയിലിൽ നിന്ന് കൊടുക്കേണ്ടത് ഫീമെയിലായി. രാഗപ്പെട്ടു. TTRനോട് ഞാൻ കച്ചറ ഓടിക്കഴിഞ്ഞാൽ റോങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് 100% തെറ്റാണ് നമ്മുടെ ഭാഗത്ത്. അത് അഡ്മിറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ID കാർഡ് കാണിച്ചു കൊടുത്തു. അതായത് 2 യൂണിവേഴ്സിറ്റി ID കാർഡ്, പാൻ കാർഡ്, അതേപോലെ വോട്ടർ ID, ആധാർ കാർഡ് കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തു. നിരവധാരത്വം തെളിയിക്കണ്ടേ? ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പേരും ഏജും അല്ലെങ്കിൽ TTRമാർ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കച്ചറയാണെങ്കിൽ പെടും. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് TTRമാരുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് അറിയും. TTRമാർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൈയിങ് സ്ക്വാഡൊക്കെയാണ് പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോന്നിയ ഫൈനോടും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തോ ഭാഗ്യത്തിന് റാഹത്തായി. നമുക്ക് കാര്യം മനസ്സിലായി. നമുക്ക് ഓക്കെ ഞാൻ ക്ലിയർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞയച്ചു. ചില ആൾക്കാർ എന്ത് ചെയ്യും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സീറ്റ് വന്ന് ഇങ്ങനെ മുട്ടും. മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ മുട്ടലല്ല കേട്ടോ, ഇത് വേറെ മുട്ടൽ. എന്നിട്ട് ഓലിരിക്കുന്ന സീറ്റിൽ നമ്മൾ വിളിക്കും. അവിടെ പോയിട്ട് അതായത് മറ്റേ പോത്തിറച്ചിയും ബീഫും ഉണ്ടല്ലോ, ആ പോത്തിറച്ചി പോലത് ആ മുട്ടലുമല്ല. ഇവർക്ക് പൈസ ഉണ്ടായി കൊടുക്കുക. നമ്മൾ പൈസ ഉണ്ടായി കൊടുക്കുക, ഒരു പറയുന്ന പൈസ. അപ്പോൾ അതിലേറെ ബെറ്റർ ഇങ്ങനത്തെ തെറ്റുകൾ നമ്മൾ അത് പറ്റാതിരിക്കുക. നമ്മളൊന്ന് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആളുകൾ ഇപ്പോൾ തന്നെ കടന്നു കേട്ടോ. ഫുള്ള് മറ്റേ വീഡിയോയിൽ പറഞ്ഞാൽ കവറിൻ്റെ പോലെയാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ ലേഡീസൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ വാഷ്റൂം പോകുമ്പോൾ ഒറ്റയ്ക്ക് വരെ പറഞ്ഞേക്കും ഇതുപോലെ കൂടെ പോകാം. ഇത് നമുക്ക് തരാനുള്ള ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളെ കോച്ച് ക്ലീൻ അല്ലെങ്കിൽ ചെയ്യണമെന്ന് വരും. 139 ഒഴിച്ചു കഴിഞ്ഞാൽ പോലെ ക്ലീനിങ് ചെയ്യും. ഓക്കെ, ഇനി വന്നിട്ടില്ലെങ്കിൽ 139 വിളിച്ചിട്ട് നമ്മളെ PNR പറഞ്ഞു കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ കസ്റ്റമർക്ക് ചോദിക്കും, അത് സെറ്റാക്കാം. ഓക്കെ, ഉറങ്ങി വെച്ചപ്പോൾ അതിന് ഫുഡ് എത്തിക്കണേ. നമ്മളെ ഫുഡ് നമ്മൾ വെജിറ്റേറിയൻ ഫുഡാണ് വന്നിട്ടുള്ളത്. ആ സീറ്റിൽ ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം അവിടെ വെച്ചിരിക്കണേ. എന്തൊക്കെയുള്ള നമ്മങ്ങനെ കാണിച്ചു തരട്ടോ. സമയം നമ്മൾ വാച്ച് ഊരിച്ചിരിക്കണേ. അവിടെ വാച്ച് കിട്ടുന്ന സ്ഥലവും കെട്ടാത്ത സ്ഥലവും കണ്ടോ, കളർ മാറിക്കണുണ്ടോ. ടാൻ അടിച്ചിട്ട് കളറിലൊന്നൊരു കാര്യമില്ല വേറെ, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. നമ്മൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് കണ്ണു ഓടിനു. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. നമ്മൾ ആൻറ്റി കഴിച്ചിരിക്കണേ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഫുഡ് കഴിക്കും. ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല. നമ്മൾ കാൺപൂരിലെത്തി കേട്ടോ. കാൺപൂർ സെൻട്രൽ. കാൺപൂർ പറഞ്ഞു കഴിഞ്ഞാൽ UP-യിലാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.